ചെമ്പരത്തി റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീട്ടിൽ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഒരെണ്ണം പോലും കളയരുത് കേട്ടോ. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു പൂവാണ് ഈ ചെമ്പരത്തി. ഇത് വെച്ച് ചായ ഉണ്ടാക്കും, സ്ക്വാഷ് ഉണ്ടാക്കും. അങ്ങനെ ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ അറിയണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയും. കൊളസ്ട്രോൾ കുറക്കാനും ഷുഗറിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയണില്ല. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ചെമ്പരത്തിയും കൊണ്ട് ഒരു തോരനാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 100 പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര അധികം എടുത്തത്. നമ്മൾ മരുന്ന് പോലെ തന്നെയാണ് ഇത് കഴിക്കേണ്ടത്. കുറേ വയറ് നിറയെ കഴിക്കരുത്, കുറേശ്ശേനെ കഴിക്കേണ്ടുള്ളൂ. അപ്പോൾ ഒരു 30 ചെമ്പരത്തിയൊക്കെ ഉണ്ടെങ്കിലും ഒരു തോരൻ വെച്ച 2-3 പേർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 100 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ കാറ്റൊക്കെ അല്ലേ, മണ്ണ് കാണും. എന്നിട്ട് അതൊന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ പച്ച കളറുള്ള ഭാഗമൊക്കെ നെറ്റി ഭാഗമൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും, വലിയൊരു സവാളയും, കുറച്ച് തേങ്ങയും 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടു. അത് പൊട്ടിയ പിന്നെ 1 സ്പൂൺ ഉഴുന്നാണ് കേട്ടോ, തൊണ്ടില്ലാത്ത ഉഴുന്ന്. അതും കൂടെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ 2 തണ്ട് കറിവേപ്പില ഇടാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടാം. അപ്പോൾ ഇതിന് സവാളക്കും തേങ്ങക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല. ഇപ്പം ഞാൻ വലിയൊരു സവാള എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 30-40 ചെമ്പരത്തിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അതൊന്ന് വഴണ്ട് വരട്ടെ, നല്ലോണം വഴറ്റണ്ട. ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ പച്ചമുളക് ഇടാം. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടുക കേട്ടോ. കാന്താരി ഇട്ടാലും കുഴപ്പമില്ല. ഇനി പച്ചമുളക് ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്പരത്തി ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ചെമ്പരത്തി ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ, ഇപ്പോൾ നല്ല ചുവന്ന കളറല്ലേ, ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ കളർ മാറിയിട്ട് ഒരു പേർപ്പിൾ കളറാവും. അങ്ങനെയാണത്, ചൂടാകുമ്പോൾ കളർ മാറും കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കരുത് കേട്ടോ, അപ്പോൾ വെള്ളം പോലെ ആയിപ്പോവും. നല്ല ചൂടിൽ തന്നെ അത് ഇളക്കി കൊടുക്കുക. പിന്നെ അതൊന്ന് താഴ്ന്ന് വരണം. നല്ല ചുരുങ്ങി വന്ന് കഴിയുമ്പോൾ മാത്രം ഉപ്പ് ചേർക്കുക. ആദ്യമേ ഉപ്പിടരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ അളവ് ആയിപ്പോവും ഉപ്പിൻ്റെ. ഈ ഒരു സമയത്ത് ഉപ്പിടാം. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അത് വേവണ വരെ. ഇനി അത് വേവും തോറും അതിൻ്റെ കളറ് നല്ലോണം ഡാർക്കായി വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുമുണ്ട് ചെമ്പരത്തി. നമ്മൾ ഒരെണ്ണം കഴിച്ച് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവില്ല. ആ സമയത്ത് തേങ്ങ ചേർക്കണം. അപ്പോൾ തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവില്ല. ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് പാകം പോലെ തേങ്ങ ഇടാം. നമ്മൾ തോരനൊക്കെ ഇടാറില്ലേ, അതേപോലെ. അപ്പോൾ നല്ല ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്പരത്തി പൂവ് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അത് നല്ലതാട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ മരമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക, വേസ്റ്റാക്കി കളയരുത്. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്, ചെമ്പരത്തി തോരൻ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കുറേ ഒന്നും കഴിക്കണ്ട, കുറേശ്ശെ കഴിച്ചാൽ മതി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.